loud. വചനം പറയുന്നു എല്ലായിടത്തും എല്ലായ്പ്പോഴും സന്തോഷമുള്ളവരായിരിക്കണമെന്ന്. The word is asking us or urging us to be rejoicing in every situation. അതെന്ന് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും സന്തോഷിക്കുവാനുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഉളവെടുക്കണം. Every situation we should have the heart to be rejoicing. എന്നിട്ട് പറയുക സമാധാനം എന്ന്. And then the next thing is the peace. എന്നിട്ട് പറയുക ദീർഘക്ഷമയെന്ന്. And then they sing the long suffering. ഈ സമാധാനത്തെ കുറിച്ചത്രേ ഞാൻ പറഞ്ഞത്, ശത്രുവിന്റെ മുറിവിനെ ഉണക്കിയ ഒരു ദൈവത്തിന്റെ സമാധാനം എന്ന്. Hallelujah. The one who healed the enemy's wound and he is the one showed the right peace. അവിടെ എന്നിട്ട് പറയണ ദീർഘക്ഷമയെന്ന്. And then again talking about the patience. ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ നഗ്നനാക്കി ക്രൂശിൽ ഹല്ലേലൂയ തറച്ച് ഹല്ലേലൂയ ചാട്ടവാറ കൊണ്ട് അടിക്കപ്പെട്ട ഒരു മേഖലയുണ്ടെന്ന് മറക്കരുത്. We know that Jesus hasn't done anything wrong. Still he was being crucified, kneeled on the cross. Hallelujah. And he has been beaten up and spat on his face. എന്നിട്ടും ഒരു ശാപവാക്ക് പോലും പറയാതെ ക്ഷമയോടെ കാത്തിരുന്ന ഒരു മനുഷ്യൻ. Still he didn't say any curse words. നിങ്ങൾ എത്ര പ്രാവശ്യം ഒരുവൻ നിങ്ങൾക്കെതിരായി ഒരു വാക്ക് പറയുമ്പോൾ എത്ര പ്രാവശ്യം തിരിഞ്ഞു കൊടുത്താറുണ്ട്? Amen. Hallelujah. How many times you being Christian, how many times you spoken back to people when they stand against you? ദൈവ പൈതലെ ഈ മേഖലകളിലെല്ലാം നമ്മൾ വീണ്ടും ജനിച്ചേ മതിയാകൂ. All those areas that we need to born again.